നിങ്ങളിപ്പോൾ തകർന്നിരിക്കുകയാണോ? ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പരാജയം അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ടോ? ഒരു കാര്യം പറയട്ടെ, ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. 2 വലിയ ആക്സിഡന്റുകൾ. ആദ്യത്തെ ആക്സിഡന്റിൽ എന്റെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് നഷ്ടമായി. രണ്ടാമത്തെ ആക്സിഡന്റ് സെയിം കാലിൽ തന്നെ ഹിപ്പ് ബോൺ ഫ്രാക്ചർ ആയി. നോർമലി ഒരാളുടെ ജീവിതം തന്നെ അവസാനിക്കാമായിരുന്ന സാഹചര്യം. പക്ഷേ ഞാനൊരു സത്യം മനസ്സിലാക്കി, ഒരു വീഴ്ചയും ഒരു പരാജയവും നമ്മെ തകർക്കുന്നില്ല. നാം അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു വീഴ്ച സംഭവിച്ച നാം ആദ്യം ചെയ്യേണ്ടത് ധൈര്യത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. നമുക്കൊരിക്കലും പഴയ സമയത്തേക്ക് തിരിച്ചുപോയി അതിലൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. രണ്ടാമതായി അതിനെ അനലൈസ് ചെയ്യുക. ഇമോഷണലായി അല്ല, പ്രാക്ടിക്കലായി. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നൊക്കെ. അടുത്തതായി സ്ട്രോങ് ആയി തിരിച്ചു വരാനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. റിയാക്ഷൻ കൊണ്ടല്ല, സ്ട്രാറ്റജി കൊണ്ട്. ഓരോ പരാജയവും ഓരോ പാഠങ്ങളാണ്, ഓരോ വീഴ്ചയും ഓരോ ട്രെയിനിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഒരിക്കലും വീണെടുത്ത് കിടക്കരുത്. വീണ്ടും എഴുന്നേൽക്കും, ശക്തമായി തിരിച്ചു വരും. നിങ്ങളുടെ തിരിച്ചുവരവ് നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. നിങ്ങളുടെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്ന് തന്നെ പുതിയൊരു തുടക്കം കുറിക്കും. ഞാൻ സജേഷ് കൃഷ്ണൻ. എന്നോടൊപ്പം ഈ ജേർണിയിൽ ഉണ്ടാകാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.